Welcome back everyone. So last session we discussed എന്താണ് hydrology, എന്താണ് hydrologic cycle, different forms of precipitation എന്താണ്, different types of precipitation, measurement of rainfall using rain gauges, rain gauges ന്റെ types നമ്മൾ പറഞ്ഞു, optimum rain gauges കണ്ടുപിടിക്കാനുള്ള expression പറഞ്ഞാണ് നമ്മൾ last session end ചെയ്തത്. So expression was n is equal to cv by capital E the whole square. അപ്പോൾ എത്ര നമ്പർ ഓഫ് റെയിൻ ഗേജസ് എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഏരിയയിൽ ഡിപ്പെൻഡിങ് ഓൺ ദി ഫീച്ചർ ഓർ ഡിപ്പെൻഡിങ് ഓൺ ദി ടോപ്പോഗ്രഫി നമ്മൾ ഒരു റെയിൻ ഗേജിന് എത്ര മിനിമം ഏരിയ കൊടുക്കണം. സോ അതിന് IMD അതായത് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് വാല്യൂസാണ്. ആ വാല്യൂസാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. So the IMD recommendations for the installation of rain gauges. So the first recommendation is for a plain region, one rain gauge for every 520 kilometers square. അതാണ് നമ്മുടെ ക്രൈറ്റീരിയ. നമുക്ക് ഫെയർലി ലെവൽ ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കാച്ച്മെൻറ്റ് ഏരിയ ആണെങ്കിൽ വി ക്യാൻ ഇൻസ്റ്റാൾ one rain gauge for every 520 kilometers square. And the second condition is regions above 1000 meter from the mean sea level, one rain gauge for 260 to 390 kilometers square. അതാണ് നമ്മുടെ ക്രൈറ്റീരിയ. അതായത് മീൻ സീ ലെവലിൽ നിന്നും 1000 മീറ്റർ മേളിലുള്ള റീജിയൻസിലെല്ലാം നമുക്ക് ഈ ഒരു കണ്ടീഷൻ യൂസ് ചെയ്യാം. ആൻഡ് ദ ലാസ്റ്റ് കണ്ടീഷൻ ഇസ് ഫോർ എ ഹില്ലി റീജിയൻ, അതായത് മൗണ്ടേനിയസ് ആയിട്ടുള്ള റീജിയൻ ആണെങ്കിൽ വൺ റെയിൻ ഗേജ് ഫോർ 130 kilometers square for every 130 kilometers square. So that is the criteria. അപ്പോൾ ഈ ഒരു 3 കണ്ടീഷൻസ് നമ്മൾ ഓർത്തിരിക്കുക. പ്ലെയിൻ റീജിയന് 1 റെയിൻ ഗേജ് ഫോർ എവറി 520 kilometers square ആൻഡ് ഫോർ റീജിയൻസ് എബവ് 1000 meter ഫ്രം ദ മീൻ സീ ലെവൽ 1 റെയിൻ ഗേജ് ഫോർ 260 to 390 kilometers square ആൻഡ് ഫോർ എ മൗണ്ടേനിയസ് റീജിയൻ 1 റെയിൻ ഗേജ് ഫോർ 130 kilometers square. ഇനി നമ്മൾ ഈ പറയുന്ന എല്ലാ വാല്യൂസും ഒരു അപ്രോക്സിമേറ്റ് ആണ്. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരിയേഷൻസ് വരാം. പക്ഷേ ഏകദേശം ഈ ഒരു ക്രൈറ്റീരിയ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്നേ ഉള്ളൂ ആസ് പെർ IMD. ഇനി നമ്മൾ 2 ടൈപ്പ് ഓഫ് റെയിൻ ഗേജസ് പഠിച്ചിട്ടുണ്ട്. വി ഹാവ് റെക്കോർഡിംഗ് റെയിൻ ഗേജസ് ആസ് വെൽ ആസ് നോൺ റെക്കോർഡിംഗ് റെയിൻ ഗേജസ്. അപ്പോൾ ഇതിൽ ഒരു ഏരിയയിൽ 10 റെയിൻ ഗേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ റെക്കോർഡിങ്ങും കാണാം നോൺ റെക്കോർഡിങ്ങും കാണാം. രണ്ടിൻ്റെയും ഒരു മിക്സ് ആയിരിക്കാം. അതായത് കുറച്ച് റെക്കോർഡിംഗ് റെയിൻ ഗേജസ് കാണും, കുറച്ച് നോൺ റെക്കോർഡിംഗ് ആയിരിക്കും. അപ്പോൾ IMD റെക്കമെൻഡ് ചെയ്യുന്നത് ഏത് കാച്ച്മെൻറ്റ് ഏരിയ ആണെങ്കിലും അവിടെ എത്ര നമ്പർ ഓഫ് റെയിൻ ഗേജസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താലും there should be a minimum of 10% of recording rain gauges. നമ്മുടെ ടോട്ടൽ റെയിൻ ഗേജിൻ്റെ 10% എപ്പോഴും എന്തായിരിക്കണം? റെക്കോർഡിംഗ് റെയിൻ ഗേജസ് ആയിരിക്കണം. സോ ആ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് നമ്മൾ ഓർത്തിരിക്കണം. ദർ ഷുഡ് ബി ഓൾവേസ് എ മിനിമം ഓഫ് 10% ഓഫ് റെക്കോർഡിംഗ് റെയിൻ ഗേജസ്. ദാറ്റ് ഇസ് the rain gauges which record both duration and depth of rainfall. അപ്പോൾ ആ ഒരു 10% നമ്മുടെ മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ ഇത്രയുമാണ് IMD റെക്കമെൻഡേഷൻസ് ഓഫ് ഇൻസ്റ്റാളേഷൻ ഓഫ് റെയിൻ ഗേജസ്. ഇനി നമുക്ക് ആവറേജ് റെയിൻഫോൾ കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ് നോക്കാം. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് ആവറേജ് റെയിൻഫോൾ, അതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. സോ നമ്മൾ റെയിൻ ഗേജസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ചെല്ലാം പറഞ്ഞു. അപ്പോൾ ഓരോ റെയിൻ ഗേജിൽ നിന്നും നമുക്ക് വാല്യൂസ് കിട്ടും. അപ്പോൾ P1, P2, P3 അങ്ങനെ നമുക്ക് കുറേ വാല്യൂസ് എല്ലാ റെയിൻ ഗേജസിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ കിട്ടുന്ന വാല്യൂസിൽ നിന്ന് നമ്മൾ ഒരു കാച്ച്മെൻറ്റിൻ്റെ ആവറേജ് റെയിൻഫോൾ ആണ് റെയിൻഫോൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മൾ കേരള അല്ലെങ്കിൽ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആവറേജ് വാല്യൂസ് ഓഫ് റെയിൻഫോൾ ആണ് എപ്പോഴും പറയാം. അപ്പോൾ ഈ ആവറേജ് വാല്യൂസ് ഓഫ് റെയിൻഫോൾ നമുക്ക് എങ്ങനെ കിട്ടുന്നു?
അല്ലെങ്കിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്താണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ജനറലി നമുക്ക് 3 മെത്തേഡ്സ് ആണുള്ളത്. വൺ ഇസ് അരിത്തമെറ്റിക് മീൻ മെത്തേഡ്. And second one is Thiessen polygon method. And third one is isohydral method. So നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന 3 മെത്തേഡ്സ് ആണ് ആവറേജ് റെയിൻഫോൾ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. അരിത്തമെറ്റിക് മീൻ മെത്തേഡ്, തീസൺ പോളിഗൺ മെത്തേഡ്, ഐസോഹൈഡ്രൽ മെത്തേഡ്. അപ്പോൾ എക്സാമിന് നമുക്ക് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഈ 3 മെത്തേഡിലും മോസ്റ്റ് ആക്യുറേറ്റ് ഏതാണ്, ലീസ്റ്റ് ആക്യുറേറ്റ് ഏതാണ്, ഈ ഓരോ മെത്തേഡിലും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണ്, ആവറേജ് റെയിൻഫോൾ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോ മെത്തേഡായിട്ട് നമുക്ക് എന്താണ് എന്ന് ഡിസ്കസ് ചെയ്യാം. സോ മൂവിങ് ഓൺ ടു ദി ഫസ്റ്റ് മെത്തേഡ്, ദാറ്റ് ഈസ് അരിത്തമെറ്റിക് മീൻ മെത്തേഡ്. സോ അരിത്തമെറ്റിക് മീൻ മെത്തേഡിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ് ഫോർ ദി കാൽക്കുലേഷൻ ഓഫ് ആവറേജ് റെയിൻഫോൾ. കാരണം അങ്ങനെ പറയാൻ കാരണം ഇവിടെ നമ്മൾ സിമ്പിൾ ആവറേജ് ആണ് എടുക്കുന്നത്. സോ ഇമാജിൻ വി ഹാവ് 5 rain gauge stations and the corresponding rainfall values are P1, P2, P3 etc. up to P5. 5 റെയിൻ ഗേജ് സ്റ്റേഷൻസ് ഉണ്ട്, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 5 റെയിൻഫോൾ വാല്യൂസും നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ആവറേജ് റെയിൻഫോൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ P1 പ്ലസ് P2 പ്ലസ് എക്സെട്ര അപ് ടു P5 ഡിവൈഡഡ് ബൈ 5, അതായത് സം ഓഫ് ഓൾ ദ റെയിൻഫോൾ വാല്യൂസ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് റെയിൻഫോൾ വാല്യൂസ്, അതായത് സിമ്പിളായിട്ടുള്ള ആവറേജ് നമ്മൾ എടുക്കുന്നു. So generally we can express the equation as P1 plus P2 plus etc. up to Pn divided by n. So this is the final expression for the arithmetic mean method for computation of average rainfall. P bar ആണ് നമ്മൾ മീൻ റെയിൻഫോൾ അല്ലെങ്കിൽ ആവറേജ് റെയിൻഫോളിനെ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു സിമ്പിൾ ആവറേജ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ദ ലീസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ്. അങ്ങനെ പറയാൻ കാരണം ഇവിടെ ഓരോ റെയിൻ ഗേജസിലും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഏരിയ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ റെയിൻഫോൾ വാല്യൂസ് മാത്രമേ ഉള്ളൂ, അവിടെ ഇൻഫ്ലുവൻസ് ഓഫ് ഏരിയ ഇസ് നോട്ട് കൺസിഡർഡ്. സോ അതുകൊണ്ട് തന്നെ ദിസ് ഇസ് ദ ലീസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് ഓൾ ദി 3 മെത്തേഡ്സ്. 3 മെത്തേഡിലും ലീസ്റ്റ് ആക്യുറേറ്റ് ഇതാണ്. അപ്പോൾ ഈ മെത്തേഡിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ആവറേജ് റെയിൻഫോൾ ആൻഡ് ദി എക്സ്പ്രഷൻ ഇസ് ദ സിമ്പിൾ ആവറേജ്. P bar is equal to P1 plus P2 etc. divided by the total number of rainfall values, and it is the least accurate method. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ അരിത്തമെറ്റിക് മെയിൻ മെത്തേഡിൽ നമുക്ക് പഠിക്കാനായിട്ട്. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് നോക്കാം, ദാറ്റ് ഇസ് തീസൺ പോളിഗൺ മെത്തേഡ്. സോ എങ്ങനെയാണ് നമുക്ക് തീസൺ പോളിഗൺ മെത്തേഡിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ നമുക്കൊരു ക്യാച്ച്മെൻ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. ആ ക്യാച്ച്മെൻറ്റിൽ 4 റെയിൻ ഗേജ് സ്റ്റേഷൻസും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. ഒരു 4 റെയിൻ ഗേജ് സ്റ്റേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജോയിൻ ദ റെയിൻ ഗേജ് സ്റ്റേഷൻസ് ബൈ സ്ട്രെയിറ്റ് ലൈൻസ്. എത്ര റെയിൻ ഗേജ് സ്റ്റേഷൻസ് ഉണ്ടോ അതിനെല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് വെച്ച് നമ്മൾ കണക്ട് ചെയ്തു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ഡിവൈഡ് ദീസ് ഏരിയ into a series of triangles. അപ്പോൾ ആദ്യം എത്ര റെയിൻ ഗേജ് സ്റ്റേഷൻസ് ഉണ്ടോ അതിനെയെല്ലാം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് വെച്ച് കണക്ട് ചെയ്തു. അതിനുശേഷം ആ ഏരിയയെ നമ്മൾ ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്തു. ഇനി
തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ നിന്നും നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൺസ്ട്രക്ട് ചെയ്യും. സോ ദാറ്റ് യു ഗെറ്റ് ഡിഫറെൻറ്റ് പോളിഗൺസ്. ഇങ്ങനെ നമുക്ക് പല പോളിഗൺസ് ആയിട്ട് ഈ ഏരിയയെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ലെറ്റ് ദിസ് ബി A1, this be A2, let this be A4, this is A3, A5, A6, etc. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു തീസൺ പോളിഗൺ കൺസ്ട്രക്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്യാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റെയിൻഫോളിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഏരിയ, അതായത് മഴ പെയ്ത് റൺ ഓഫ് എത്തിച്ചേരാൻ ചാൻസ് ഉള്ള എത്ര ഏരിയ ഉണ്ടോ, അല്ലെങ്കിൽ എവിടെയെല്ലാം റെയിൻഫോളിൻ്റെ എഫക്ട്സ് ഉണ്ടാവും, ഇൻഫിൽട്രേഷൻ, പെർക്കുലേഷൻ, അതിൻ്റെ റൺ ഓഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എത്ര ഒരു സ്പാനിൽ അല്ലെങ്കിൽ എത്ര ഏരിയയിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്നു, അതിനെയാണ് നമ്മൾ ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്യാച്ച്മെൻറ്റിൽ 4 റെയിൻ ഗേജ് സ്റ്റേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ അതിനെയെല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് വെച്ച് കണക്ട് ചെയ്തു. അതിനുശേഷം ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്തു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൺസ്ട്രക്ട് ചെയ്ത് ഡിഫറെൻറ്റ് പോളിഗൺസ് ആക്കി മാറ്റി. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു പോളിഗണിന് ഒരു റെയിൻ ഗേജ് സ്റ്റേഷൻ ഉണ്ടായിരിക്കണം. അപ്പം നമുക്കിപ്പോൾ A1 എന്ന് പറയുന്ന പോളിഗൺ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഏരിയ ഓഫ് ദി ഫസ്റ്റ് പോളിഗൺ, അവിടെ ഒരു റെയിൻ ഗേജ് സ്റ്റേഷൻ ഉണ്ട്, ദാറ്റ് ഇസ് റെയിൻ ഗേജ് സ്റ്റേഷൻ നമ്പർ 1. ഇനി A2 എന്ന് പറയുന്ന പോളിഗൺ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒരു റെയിൻ ഗേജ് സ്റ്റേഷൻ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഇസ് ദ സ്റ്റേഷൻ നമ്പർ 2. അപ്പോൾ എവറി പോളിഗൺ ഓർ ഈച്ച് പോളിഗൺ ഷുഡ് ഹാവ് 1 റെയിൻ ഗേജ് സ്റ്റേഷൻ. അതാണ് തീസൺ പോളിഗൺ മെത്തേഡിൻ്റെ കണ്ടീഷൻ. ഇനി നമുക്ക് ഇക്വേഷൻ നോക്കാം. P bar or the average rainfall is equal to P1 A1 plus P2 A2 etc. up to Pn An divided by A1 plus A2 plus etc. up to An. So this is the expression for the average rainfall using Thiessen polygon method. അപ്പോൾ ഇവിടെ P1, P2 etc. എന്ന് പറയുന്നത് the rainfall values of each rain gauge station. A1, A2, A3 the area enclosing that rain gauge station. അതായത് ഒരു റെയിൻ ഗേജ് സ്റ്റേഷന് ചുറ്റുമുള്ള പോളിഗൺ ഏതാണോ ആ പോളിഗണിൻ്റെ ഏരിയ ആണ് A1, A2, A3. അപ്പം നമ്മൾ ആ ഒരു എന്താണ് ഡെഫിനിഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. A1, A2, A3 ഇസ് ദ ഏരിയ എൻക്ലോസിങ് എ പർട്ടിക്കുലർ റെയിൻ ഗേജ് സ്റ്റേഷൻ. കാരണം ഒരു പോളിഗണിന് ഒരു റെയിൻ ഗേജ് സ്റ്റേഷൻ കമ്പൽസറി ആയിട്ടും ഉണ്ടായിരിക്കണം എന്നാണ്. ഈച്ച് പോളിഗൺ ഷുഡ് കണ്ടെയ്ൻ 1 റെയിൻ ഗേജ് സ്റ്റേഷൻ. അപ്പോൾ ആ റെയിൻ ഗേജ് സ്റ്റേഷന് ചുറ്റുമുള്ള പോളിഗണിൻ്റെ ഏരിയ ആണ് A1, A2, A3 എക്സെട്ര. സോ ദിസ് ഇസ് ദി എക്സ്പ്രഷൻ. ഇനി നമുക്കൊരു സ്പെഷ്യൽ കേസ് വരുന്നത് എന്താന്ന് പറഞ്ഞാൽ, സംടൈംസ് വി വിൽ ബി ഗിവൺ Thiessen weights W1, W3, W2 എക്സെട്ര. അതായത് നമ്മൾ ഈ കാണുന്ന റെയിൻ ഗേജ് സ്റ്റേഷന് ചിലപ്പോൾ വെയ്റ്റ്സ് അസൈൻ ചെയ്തിരിക്കും. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തരാൻ പോകുന്നത് ഈ ഓരോ റെയിൻ ഗേജ് സ്റ്റേഷനെയും വെയ്റ്റ്സ് ആയിരിക്കും. The weights assigned to each rain gauge station. നമ്മൾ മാനുവലി അസൈൻ ചെയ്യുന്ന വാല്യൂസ് ആണ്. ചിലപ്പോൾ 0.5 ആയിരിക്കാം, 1, 1.5 അങ്ങനെയെല്ലാം നമ്മൾ വാല്യൂസ് അസൈൻ ചെയ്യും. അങ്ങനെ അസൈൻ ചെയ്തിട്ടുള്ള വെയ്റ്റ്സ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ ദി ആവറേജ് റെയിൻഫോൾ ഇസ് ഫൗണ്ട് ഔട്ട് ബൈ ദി ഇക്വേഷൻ P bar is equal to P1 W1 plus P2 W2 plus P3 W3 എക്സെട്ര. അതായത് നമുക്ക് ഡിനോമിനേറ്റർ ഇല്ല, പകരം നമ്മൾ റെയിൻഫോൾ വാല്യൂസിന് വെയ്റ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം അസൈൻ ചെയ്തിരിക്കുന്ന വെയ്റ്റ് എന്ന് പറയുന്നത് പോളിഗണിൻ്റെ ഏരിയയുടെ ഒരു റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കൂടി നമ്മൾ ഓർത്തിരിക്കണം. ഈ 2 എക്സ്പ്രഷനും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇഫ് ദ Thiessen weights അല്ലെങ്കിൽ വെയ്റ്റ്സ് ഓഫ് ഈച്ച് സ്റ്റേഷൻ are given in the question, then P bar or average rainfall is equal to P1 W1 plus P2 W2 plus etc. എത്ര വാല്യൂസ് ഉണ്ടോ അത്രയും. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ വരില്ല. അപ്പോൾ ഇങ്ങനെ വെയ്റ്റ്സ് യൂസ് ചെയ്യുന്നത് കാരണം this method is also known as weighted average method.
നമ്മൾ ഈ മെത്തേഡിനെ ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. സോ ഈ രണ്ട് പേരും നമ്മൾ ഓർത്തിരിക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ഒരു ടെർമിനോളജി ആയിരിക്കും തരുന്നത്. സോ തീസൺ പോളിഗൺ മെത്തേഡ് ഈസ് ഓൾസോ നോൺ എസ് weighted average method and it is more accurate than arithmetic mean method. Arithmetic mean method കുറച്ചുകൂടി ഇത് ആക്യുറേറ്റ് ആണ്. രണ്ട് എക്സ്പ്രഷൻ ഓർത്തിരിക്കണം. ഒന്ന് P1A1 plus P2A2 etc. by the sum of areas. Second expression is when the weights are given P1W1 plus P2W2 etc. So ഇത്രയും പോയിന്റ്സ് ആണ് തീസൺ പോളിഗൺ മെത്തേഡിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. സോ ഇനി നമുക്ക് തേർഡ് മെത്തേഡിലേക്ക് പോകാം. ദാറ്റ് ഇസ് ഐസോഹൈറ്റൽ മെത്തേഡ്. സോ ആദ്യം നമുക്ക് ഐസോഹൈറ്റ് എന്താണ് എന്ന് നോക്കാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഐസോഹൈറ്റ്? സോ നമ്മൾ പ്രീവിയസ് സെഷനിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഈ ഹൈറ്റ് HYET ഹൈറ്റ് എന്ന് പറഞ്ഞാൽ റെയിൻഫോൾ എന്നാണ് മീനിങ്. ആൻഡ് ഐസോ എന്ന് പറഞ്ഞാൽ സെയിം. സോ ഐസോ ഹൈറ്റ് മീൻസ് ദ ലൈൻ ജോയിനിങ് പോയിന്റ്സ് ഓഫ് സെയിം റെയിൻഫോൾ ഓർ ഈക്വൽ റെയിൻഫോൾ എന്നാണ് മീനിങ്. സോ ഇനി നമുക്ക് ഈ ഒരു മെത്തേഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്കൊരു ക്യാച്ച്മെൻ്റ് ഉണ്ട്. ആ ക്യാച്ച്മെൻറ്റിൽ നമുക്ക് കുറേ ഐസോ ഹൈറ്റ്സ് തന്നിട്ടുണ്ട്. സോ ഇമാജിൻ P1, P2, P3, P4, P5. അപ്പോൾ ഈ P1, P2, P3, P4, P5 എന്ന് പറയുന്ന ഐസോ ഹൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് 2 സെൻറ്റിമീറ്ററിൻ്റെ ഐസോ ഹൈറ്റ്, അല്ലെങ്കിൽ 4 സെൻറ്റിമീറ്ററിൻ്റെ ഐസോ ഹൈറ്റ്, 5 സെൻറ്റിമീറ്ററിൻ്റെ ഐസോ ഹൈറ്റ്, 7 സെൻറ്റിമീറ്റർ, അങ്ങനെ. അതായത് ഐസോ ഹൈറ്റ്സിൻ്റെ വാല്യൂസ് നമുക്കുണ്ട് 2, 4, 6 എക്സെട്ര. അങ്ങനെ പല വാല്യൂസ് ഉള്ള ഐസോ ഹൈറ്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ പല ഐസോ ഹൈറ്റ്സ് റൺ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഏരിയ A1, A2, A3, A4 എക്സെട്ര. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ A1, A2, A3 എന്ന് പറഞ്ഞാൽ ഏരിയ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ഐസോ ഹൈറ്റ്സ്. അതാണ് വ്യത്യാസം. കഴിഞ്ഞ മെത്തേഡിലാണെങ്കിൽ ഇറ്റ് ഇസ് ദ ഏരിയ ഓഫ് ഈച്ച് പോളിഗൺ എന്നായിരുന്നു. പക്ഷേ ഇവിടെ A1 ഇസ് ദ ഏരിയ ബിറ്റ്വീൻ P1 ആൻഡ് P2, ദാറ്റ് ഇസ് ഏരിയ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ഐസോ ഹൈറ്റ്സ്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. സോ ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദി ആവറേജ് റെയിൻഫോൾ യൂസിങ് ഐസോഹൈറ്റൽ മെത്തേഡ് ഇസ് P1 plus P2 by 2 into A1 plus P2 plus P3 by 2 into A2 etc. divided by A1 plus A2 plus A3 etc. അപ്പോൾ അതായത് നമുക്ക് ഇവിടെ ആവറേജ് റെയിൻഫോൾ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് ഓഫ് ദി 2 ഐസോ ഹൈറ്റ്സ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്, മൾട്ടിപ്ലൈഡ് ബൈ ദ ഏരിയ ബിറ്റ്വീൻ ദി അഡ്ജസൻറ്റ് ഐസോ ഹൈറ്റ്സ്. അപ്പോൾ കഴിഞ്ഞ മെത്തേഡിൽ നമുക്ക് P1, A1, P2, A2 ഓരോ റെയിൻഫോൾ വാല്യൂ അല്ലെങ്കിൽ ഓരോ റെയിൻ ഗേജ് സ്റ്റേഷൻ്റെ വാല്യൂ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഐസോ ഹൈറ്റൽ മെത്തേഡ് എത്തുമ്പോൾ അവിടെ വരുന്ന വ്യത്യാസം ഇതാണ്. A1 എന്ന് പറയുന്നത് ഏരിയ ബിറ്റ്വീൻ P1 ആൻഡ് P2 അല്ലെങ്കിൽ ഏരിയ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ഐസോ ഹൈറ്റ്സ്. And we are taking the average of 2 adjacent isoheights, അതായത് P1 plus P2 divided by 2, and the denominator is the sum of all areas. And this method is the most accurate method. So least accurate method arithmetic mean method ആയിരുന്നു, and the most accurate method is isoheital method. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഐസോഹൈറ്റ് എന്താണെന്നാണ്. ഇറ്റ് ഈസ് എ ലൈൻ ജോയിനിങ് പോയിന്റ്സ് ഓഫ് ഈക്വൽ റെയിൻഫോൾ ആൻഡ് ദിസ് എക്സ്പ്രഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ റെയിൻഫോൾ ആവറേജ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അതായത് ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ 2 + 4 divided by 2, 3 ആയിരിക്കും ഇവിടുത്തെ റെയിൻഫോൾ. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഏരിയ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 മെത്തേഡ്സും കവർ ചെയ്തു. ഇതിൽ ലീസ്റ്റ് ആക്യുറേറ്റസ് അരിത്തമെറ്റിക് മീൻ മെത്തേഡ് ആൻഡ് ദ മോസ്റ്റ് ആക്യുറേറ്റസ് ഐസോഹൈറ്റൽ മെത്തേഡ്. സോ ഇനി നമുക്ക്
ജനറൽ ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് പഠിക്കണം. ദാറ്റ് ഈസ് ആവറേജ് ആനുവൽ റെയിൻഫോൾ ഓവർ കേരള ആൻഡ് ഇന്ത്യ. ഈ രണ്ട് വാല്യൂസ് നമ്മൾ ജനറലായിട്ട് ഒന്ന് അറിഞ്ഞിരിക്കണം. സോ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, JEE എക്സാമിന് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ബാക്കി എക്സാംസിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ നമ്മളെപ്പോഴും റെയിൻഫോൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആവറേജ് വാല്യൂസ് ആയിട്ടാണ്. അപ്പോൾ കേരളയുടെ ആവറേജ് ആനുവൽ റെയിൻഫോൾ എത്രയാണ്? സോ ദ ആവറേജ് ആനുവൽ റെയിൻഫോൾ ഓവർ കേരള ഇസ് 3107 mm ആസ് പെർ 2020. നമ്മുടെ 2020 റേറ്റ്സ് അനുസരിച്ച് അല്ലെങ്കിൽ ഡേറ്റ അനുസരിച്ച് ദ ആവറേജ് റെയിൻഫോൾ ഇസ് 3107 mm. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എക്സാമിന് ഓപ്ഷൻസ് ചിലപ്പോൾ സെൻറ്റിമീറ്ററിലായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വാല്യൂവിന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ 3107 mm ആണെങ്കിൽ ദാറ്റ് ഇസ് 310 സെൻറ്റിമീറ്റർ. ചിലപ്പോൾ ഓപ്ഷൻസിൽ 300 സെൻറ്റിമീറ്റർ എന്നായിരിക്കാം. അപ്പോൾ നിയറസ്റ്റ് ആയിട്ട് ഏത് നമുക്ക് കിട്ടുന്നോ അത് നമ്മൾ ചൂസ് ചെയ്യുക. സോ ദ ആവറേജ് റെയിൻഫോൾ ഓവർ കേരള ഇസ് 3107 mm അല്ലെങ്കിൽ 310 സെൻറ്റിമീറ്റർ. ഇനി ഇന്ത്യയുടെ റെയിൻഫോൾ വാല്യൂ നോക്കുകയാണെങ്കിൽ, അപ്പോൾ നമുക്കറിയാം ഹോൾ ഇന്ത്യയുടെ റെയിൻഫോൾ ആവറേജ് വാല്യൂ എന്ന് പറയുമ്പോൾ എല്ലാ സ്റ്റേറ്റ്സിൻ്റെയും കൂടെ ആവറേജ് ആയിരിക്കും വരുന്നത്. സോ ഒബ്വിയസ്ലി ദാറ്റ് വിൽ ബി മച്ച് ലെസ്സർ ദാൻ ദാറ്റ് ഓഫ് എ പർട്ടിക്കുലർ സ്റ്റേറ്റ്. And the value is 1197 mm അല്ലെങ്കിൽ 119 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതും ചിലപ്പോൾ 110 സെൻറ്റിമീറ്റർ എന്നായിരിക്കും ചിലപ്പോൾ ഓപ്ഷൻ തരുന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഏതാണോ നിയറസ്റ്റ് വാല്യൂ അത് നമ്മൾ എടുക്കുക. സോ ഈ രണ്ട് വാല്യൂസ് നമ്മൾ ഓർത്തിരിക്കുക. അത് ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. ഇതും ചോദിച്ചിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സോ കേരളയുടെ ആവറേജ് ആനുവൽ റെയിൻഫോൾ ഇസ് അറൗണ്ട് 300 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ approximately 310 centimeter, and for India the value is 119 centimeter or 1197 mm. So ഇത് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് റീജിയൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. സോ അക്കോർഡിംഗ് ടു ദി എമൗണ്ട് ഓഫ് റെയിൻഫോൾ റിസീവ്ഡ്, ഡിഫറെൻറ്റ് റീജിയൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു arid regions, semi-arid regions and humid regions. അപ്പോൾ എങ്ങനെയാണ് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ arid regions എന്ന് പറഞ്ഞാൽ the regions which receive a rainfall less than or equal to 40 centimeter. അതായത് 40 സെൻറ്റിമീറ്ററോ അതിൽ കുറവോ റെയിൻഫോൾ റിസീവ് ചെയ്യുന്ന റീജിയൻസിനെ നമ്മൾ ആരിഡ് റീജിയൻസ് എന്ന് പറയും. ഇനി 40 to 75 സെൻറ്റിമീറ്റർ റെയിൻഫോൾ ആണ് നമുക്ക് കിട്ടുന്നത്. 40-നും 75-നും ഇടയ്ക്ക് റെയിൻഫോൾ കിട്ടുന്ന റീജിയൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ സെമി ആരിഡ് റീജിയൻസ് എന്ന് വിളിക്കും. ആൻഡ് ഇഫ് ദ റെയിൻഫോൾ ഇസ് ഗ്രേറ്റർ ദാൻ 75 സെൻറ്റിമീറ്റർ, the places which receive a rainfall of greater than 75 centimeter is classified as humid regions. സോ ഇതൊരു ജനറൽ ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ്. മഴയുടെ ലഭ്യത അനുസരിച്ച് നമ്മൾ സ്ഥലങ്ങൾ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. സോ ആ വാല്യൂസ് നമ്മളൊന്ന് ഓർത്തിരിക്കാം. റീജിയൻസ് ഹാവിങ് റെയിൻഫോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40 centimeters arid region. So less than or equal to 40 centimeters arid region, and between 40 to 75 centimeters semi-arid region, and greater than 75 centimeters humid region. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഓർത്തിരിക്കാം. ഇനി കമ്മിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, നമ്മൾ കുറച്ച് ടേംസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെർമിനോളജീസ് പഠിക്കാൻ പോവാണ്. കാരണം ഇനി വരുന്ന പോർഷൻസിൽ നമുക്ക് ഈ ഒരു ടേംസ് അറിയാമെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ ആദ്യം നോർമൽ ആനുവൽ റെയിൻഫോൾ. എന്താണ് നോർമൽ ആനുവൽ റെയിൻഫോൾ? സോ ഇപ്പോൾ നമ്മളോട് പറയാണ് നോർമൽ ആനുവൽ റെയിൻഫോൾ ഫോർ എ പർട്ടിക്കുലർ സ്റ്റേഷൻ ഇസ് സോ ആൻഡ് സോ എന്ന് പറയാണ്. അപ്പോൾ ഈ നോർമൽ ആനുവൽ റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി ആവറേജ് ആനുവൽ റെയിൻഫോൾ
for a particular station, the average annual rainfall for a particular station based on 30 years of consecutive data. അതായത് പ്രീവിയസ് ആയിട്ടുള്ള കോൺസിക്യൂട്ടീവ്, അതായത് അടുത്തടുത്തുള്ള ഒരു 30 വർഷത്തെ ഡേറ്റയെ ബേസ് ചെയ്ത് നമ്മൾ പറയുകയാണ് ഒരു സ്റ്റേഷന് ആവറേജ് ആനുവൽ റെയിൻഫോൾ ഇപ്പോൾ 50 സെൻറ്റിമീറ്റർ ആണ് അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് 30 സെൻറ്റിമീറ്റർ വാല്യൂ ഇസ് നോൺ ആസ് നോർമൽ ആനുവൽ റെയിൻഫോൾ. സോ ഈ ഒരു ടേം നമ്മൾ ഓർത്തിരിക്കുക. ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ ആയിരിക്കും തരുന്നത്. ഇങ്ങനെ ചോദിക്കാം, ദ ആവറേജ് ആനുവൽ റെയിൻഫോൾ ഓഫ് എ സ്റ്റേഷൻ ബേസ്ഡ് ഓൺ 30 ഇയേഴ്സ് ഓഫ് കോൺസിക്യൂട്ടീവ് ഡേറ്റ ഇസ് കോൾഡ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് കാണും. ദ ആൻസർ ഇസ് നോർമൽ ആനുവൽ റെയിൻഫോൾ. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. ഇതിൽ ആവറേജ് ആനുവൽ റെയിൻഫോൾ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് IMDയുടെ ഒരുപാട് സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ കേരളത്തിൽ തന്നെ ഒത്തിരി സ്ഥലത്ത് സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഓരോ സ്റ്റേഷനും ഈ പറയുന്ന വാല്യൂ ഉണ്ടായിരിക്കും. അതായത് ആ സ്റ്റേഷന് ഒരു നോർമൽ ആനുവൽ അല്ലെങ്കിൽ നോർമൽ റെയിൻഫോൾ വാല്യൂ കാണും. അത് വെച്ചിട്ടാണ് നമ്മൾ പല അനാലിസിസും ചെയ്യും. So please remember the exact definition. The normal annual rainfall is the average annual rainfall for a particular station based on 30 years of consecutive data. ഇത് നമുക്ക് മന്ത്ലി ആയിട്ടും കൺവേർട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ഇപ്പോൾ ജൂലൈയുടെ എത്രയാണ് അല്ലെങ്കിൽ ജാനുവരിയുടെ എത്രയാണ്, അങ്ങനെയൊക്കെ നമുക്ക് എക്സാക്റ്റ് ആയിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് ടെർമിനോളജിയിൽ വരുന്നത്. ഇനി ബാക്കിയുള്ള ടേംസ് നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം പഠിക്കാം. സോ താങ്ക് യു. A pendulum executing one oscillation in 2 seconds. അതിനെയാണ് ഫൈൻഡ് ഡയലോഗ് ബോക്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഫൈൻഡ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാനാണ് Ctrl+F എന്നൊരു ഷോർട്ട് കട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. മറ്റൊരു പോയിന്റ് പറയുന്നത് സിംഗിൾ കോണ്ടൂർ ലെൻസ് കനോട്ട് സ്പ്ലിറ്റ് ഇൻടു 2 ലൈൻസ്. ഒരു കോണ്ടൂർ ലൈൻ ഇങ്ങനെ പോവുകയാണ്, കൈനറ്റിക്കിനോട് കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ദാറ്റ് അറ്റ് ദ എൻഡ് എനർജി, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി മാത്രമായിരിക്കും. സെൻട്രിപീറ്റൽ ഫോഴ്സ് ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സെൻട്രിപീറ്റൽ ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. നെക്സ്റ്റ് വരുന്ന കോളത്തിൽ തൊട്ട് താഴെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ സെയിം ആയിട്ട് വരുന്ന 300 ആണ്. അപ്പോൾ ഇവിടെ വരുന്ന വാല്യൂ രണ്ടും സെയിം ആണെന്ന് ആദ്യമേ അസ്യൂം ചെയ്ത് വെച്ച് ചെയ്യാം. അപ്പൊ പല രീതിയിലും എനിക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഡീവിയേറ്റ് ചെയ്ത് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് പാത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഇനി ബേസിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൈനിങ് മെറ്റീരിയൽ എന്ന് പറയുന്ന ലൈമ്, മാംഗനീസ് പോലുള്ള പാർട്ടിക്കിൾസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ അതിനെ ബേസിക് ബെസമർ പ്രോസസ്സ് എന്ന് പറയും. ദെൻ മാൾ. ഇവിടെയും കോമ്പോസിഷൻ നോക്കുക. clay, sand, limestone along with shell fragments. പ്രഷർ അറ്റ് എ PA ആണെങ്കിൽ PA+. ലെഫ്റ്റ് ലിംബിലെ പ്രഷർ ഈസ് ഈക്വൽ ടു റൈറ്റ് ലിംബിലെ പ്രഷർ എന്നാണ് നമ്മൾ സോൾവ് ചെയ്യാൻ എടുക്കുന്നത്. സ്റ്റെയറിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സ്ലോപ്പിന് പാരലൽ ആയിട്ടായിരിക്കും ഈ ലൈൻ ഓഫ് നോസിങ് ഇരിക്കുന്നത്. സോ ഈ ഡെൽറ്റ സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ദ റിവർ ഗെറ്റ്സ് ഡിവൈഡഡ് ഇൻ ടു ബ്രാഞ്ചസ് ആൻഡ് ഇറ്റ് ഫോംസ് എ ഡെൽറ്റ ഷേപ്പ്. ഒരു ഡെൽറ്റ ഷേപ്പിൽ ഇതിങ്ങനെ ഡിവൈഡ് ചെയ്ത് ബ്രാഞ്ചസ് ഫോം ചെയ്യും. വെൽക്കം ബാക്ക്. സോ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസിനെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് ടേം നമ്മൾ ഡിസ്കസ് ചെയ്തു, ദാറ്റ് ഇസ് നോർമൽ ആനുവൽ റെയിൻഫോൾ. ഇനി നമുക്ക് സെക്കൻഡ് ടേമിലേക്ക് പോകാം, ദാറ്റ് ഇസ് പ്രോബബിൾ മാക്സിമം precipitation. Probable maximum precipitation, which can be abbreviated as PMP. Probable maximum precipitation. So എന്താണ് പ്രോബബിൾ മാക്സിമം പ്രസിപ്പിറ്റേഷൻ്റെ ഡെഫിനിഷൻ? അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ ഡെഫിനിഷൻ പറയാം. അപ്പോൾ ആ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ആ ഒരു ഡെഫിനിഷൻ തന്നിട്ടായിരിക്കും നമ്മളോട് ചോദിക്കുന്നത് ഈ ഒരു ടെർമിനോളജി എന്താണ്. സോ PMP or probable maximum precipitation is the extreme rainfall that is physically possible in a region due to severest combination of
ഹൈഡ്രോ മെറ്റീരിയോളജിക്കൽ ഫാക്ടേഴ്സ്. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യാം, കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയുള്ള ടേംസ് നമുക്ക് ചോദിക്കും. സോ ഇറ്റ് ഈസ് the extreme rainfall that is physically possible in a region. ഒരു കാച്ച്മെൻറ്റ് ഏരിയ അല്ലെങ്കിൽ ഒരു റീജിയൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ പോസിബിൾ ആയിട്ടുള്ള മാക്സിമം റെയിൻഫോൾ, അതായത് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു റെയിൻഫോളിനെയാണ് നമ്മൾ പ്രോബബിൾ മാക്സിമം പ്രസിപ്പിറ്റേഷൻ എന്ന് പറയാം. ഇനി അതിൻ്റെ റീസൺ ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത്. ഡ്യൂ ടു സിവിയർ മോസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ഹൈഡ്രോ മെറ്റീരിയോളജിക്കൽ ഫാക്ടേഴ്സ്. എന്താണ് ഈ ഹൈഡ്രോ മെറ്റീരിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? അതായത് ഫ്ലഡ്, ഡ്രോട്ട്, വരൾച്ച, ഹുറിക്കെയിൻസ്, സൈക്ലോൺസ്, ഇങ്ങനെയുള്ള കുറേ ഇവൻസിനെയാണ് നമ്മൾ ഹൈഡ്രോ മെറ്റീരിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ സിവിയർ കോമ്പിനേഷൻ ഓഫ് സച്ച് ഫാക്ടേഴ്സ് റിസൾട്ട്സ് ഇൻ ആൻ എക്സ്ട്രീം റെയിൻഫോൾ. അപ്പോൾ അങ്ങനെ ഒരു എക്സ്ട്രീം റെയിൻഫോൾ ഉണ്ടാകാനുള്ള റീസൺ ആണ് ഡെഫിനിഷൻ്റെ സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്. ഡ്യൂ ടു സിവിയർ മോസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ഹൈഡ്രോ മെറ്റീരിയോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡിങ് ദ റെയറസ്റ്റ് കോമ്പിനേഷൻ. അതായത് ഫ്ലഡ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഹൈഡ്രോ മെറ്റീരിയോളജിക്കൽ ഫാക്ടറാണ്, കാരണം ഹെവി റെയിൻഫോൾ ക്യാൻ ലീഡ് ടു എ ഫ്ലഡ്. റെയറസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹുറിക്കെയിൻ വരുന്നു, അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്ലഡ് വരുന്നു, അങ്ങനെയുള്ള റെയർ കോമ്പിനേഷൻസ് വരികയാണ്. അങ്ങനെ റെയർ കോമ്പിനേഷൻ ഓഫ് ഹൈഡ്രോ മെറ്റീരിയോളജിക്കൽ ഫാക്ടേഴ്സ് കൊണ്ടിട്ടും നമുക്ക് എന്ത് പോസിബിൾ ആണ്? ഈ പറയുന്ന PMP അല്ലെങ്കിൽ പ്രോബബിൾ മാക്സിമം പ്രസിപ്പിറ്റേഷൻ ഇസ് പോസിബിൾ. സോ ഈ ഒരു ഡെഫിനിഷനാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഈ റെയിൻഫോൾ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ഫാക്ടേഴ്സ് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു ഫ്ലഡ് ഡിസൈൻ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്ലഡിൻ്റെ പ്രഡിക്ഷൻ, അതിൻ്റെ കൺട്രോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. സോ PMP or probable maximum precipitation is the extreme rainfall which is physically possible in a region due to severest combination of hydrometeorological factors including the rarest combination of such factors. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് എക്സാമ്പിൾസ് ആയിട്ട് ഫ്ലഡ്, ഡ്രോട്ട്, സൈക്ലോണ്, ടൊർണാഡോ, ഹുറിക്കെയിൻ, ഇതെല്ലാം ഈ ഒരു ഫാക്ടേഴ്സിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഇതിൽ റെയർ മോസ്റ്റ് കോമ്പിനേഷൻ ഇസ് ഓൾസോ ഇൻക്ലൂഡഡ്. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. റെയർ മോസ്റ്റ് കോമ്പിനേഷൻ ഇൻക്ലൂഡ് ചെയ്യാത്ത ഫ്ലഡ് പാറ്റേൺസ് ഉണ്ട്, അത് നമ്മൾ പിന്നീടുള്ള സെഷൻസിൽ പഠിക്കും. അപ്പോൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി. PMP ഇസ് ദ എക്സ്ട്രീം റെയിൻഫോൾ ദാറ്റ് ഇസ് ഫിസിക്കലി പോസിബിൾ in a region due to severest combination of hydrometeorological factors and including the rarest combination of such factors. So ഇതാണ് PMPയിൽ വരുന്നത്. ഇനി നമുക്ക് തേർഡ് ടേം നോക്കാം, ദാറ്റ് ഇസ് ടൈം ഓഫ് കോൺസെൻട്രേഷൻ. സോ നമ്മൾ സാധാരണയായിട്ട് റെയിൻഫോൾ പഠിക്കുമ്പോഴും ഒക്കെ റൺ ഓഫ് പഠിക്കുമ്പോഴും ഒക്കെ നമ്മൾ കേൾക്കുന്ന ടേമാണ് time of concentration, represented by TC, or also you can represent it as capital T suffix small c. അപ്പോൾ എന്താണ് ടൈം ഓഫ് കോൺസെൻട്രേഷൻ? നമുക്കൊരു കാച്ച്മെൻറ്റ് ഏരിയ ഉണ്ട്, അവിടെ മഴ പെയ്യുകയാണെങ്കിൽ ഈ കാച്ച്മെൻറ്റ് ഏരിയയുടെ റിമോട്ടസ്റ്റ് പോയിൻറ്റ്, കാച്ച്മെൻറ്റ് ഏരിയയുടെ റിമോട്ടസ്റ്റ് പോയിൻറ്റിൽ നിന്നും കാച്ച്മെൻറ്റിൻ്റെ ഔട്ട്ലെറ്റ് വരെ എത്താൻ വാട്ടർ എടുക്കുന്ന ടൈമാണ് time of concentration എന്ന് പറയും. So the definition is the time taken by the water to travel from the remotest point to the outlet of the catchment is called as time of concentration. ഈ റിമോട്ടസ്റ്റ് പോയിന്റിന് നമുക്ക് ഫാർത്തസ്റ്റ് പോയിന്റ് എന്നും പറയാം. സോ ചിലപ്പോൾ സെൻറ്റൻസിൽ അല്ലെങ്കിൽ ഡെഫിനിഷനിൽ നമുക്ക് അങ്ങനെ ഒരു ടേം ആയിരിക്കും തന്നിട്ടുണ്ടാവുക. സോ വാട്ട് ഈസ് ടൈം ഓഫ് കോൺസെൻട്രേഷൻ? ഇറ്റ് ഈസ് the time taken by the water to travel from the remotest point to the outlet of the catchment. ആ ഒരു വെള്ളം ഒഴുകി ഔട്ട്ലെറ്റ് വരെ എത്താൻ എടുക്കുന്ന ടൈമിനെയാണ് ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയും. സോ ഈ മൂന്ന് ടേംസ് നമ്മൾ റെയിൻഫോളുമായിട്ട് റെയിൻഫോളുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഓർത്തിരിക്കണം. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് വൺ ഇസ് നോർമൽ ആനുവൽ റെയിൻഫോൾ, സെക്കൻഡ് വൺ ഇസ് probable maximum precipitation, and the third one is the time of concentration. So ഈ മൂന്ന് ടേംസ് ആണ് വരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റെപ്രസെൻറ്റേഷൻ ഓഫ് റെയിൻഫോൾ ഡേറ്റ.
നമ്മൾ പല മെത്തേഡ്സ് വെച്ച് കണ്ടുപിടിച്ച റെയിൻഫോൾ വാല്യൂസിനെ നമുക്ക് എങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം. ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് ഹൈറ്റോഗ്രാഫ്. എന്താണ് ഹൈറ്റോഗ്രാഫ്? അപ്പം നമ്മൾ റെയിൻ ഗേജസിൽ നിന്നും നമ്മുടെ മെത്തേഡ്സ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ആവറേജ് റെയിൻഫോൾ എന്നൊക്കെ കിട്ടിയ വാല്യൂസിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ 2 രീതിയിൽ നമുക്ക് മെയിനായിട്ട് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതിൻ്റെ ഫസ്റ്റ് റെപ്രസെൻറ്റേഷനാണ് ഹൈറ്റോഗ്രാഫ് എന്ന് പറയും. സോ HYET ഹൈറ്റ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൈറ്റ് ഇസ് ദ മീനിങ് ഓഫ് റെയിൻഫോൾ. റെയിൻഫോൾ എന്നാണ് ഹൈറ്റിൻ്റെ മീൻ. അപ്പോൾ ഹൈറ്റോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഗ്രാഫ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഇറ്റ് ഇസ് എ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് റെയിൻഫോൾ ഇൻറ്റൻസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ റെയിൻഫോൾ ഇൻറ്റൻസിറ്റി നമുക്ക് സെൻറ്റിമീറ്റർ പെർ അവറിൽ ഡിനോട്ട് ചെയ്യാം. ടൈം ഇൻ അവേഴ്സ് നമുക്ക് ഡിനോട്ട് ചെയ്യാം. സോ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ടൈം ഇൻ എക്സ് ആക്സിസ് ആൻഡ് റെയിൻഫോൾ ഇൻറ്റൻസിറ്റി ഓൺ ദി വൈ ആക്സിസ്. ഇനി ഇതൊരു ബാർ ചാർട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ നമ്മളിത് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ബേസിക്കലി ബാർ ഡയഗ്രം. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ നമ്മൾ ഏതൊരു ഗ്രാഫ് പഠിക്കുമ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ആ ഗ്രാഫിൽ നിന്നും നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സോ ഇവിടെ നമുക്ക് ഈ ഒരു ഗ്രാഫിൻ്റെ ഏരിയ എടുക്കുകയാണെങ്കിൽ, ഏരിയ അണ്ടർ ദി ഹൈറ്റോഗ്രാഫ് വിൽ ഗിവ് യു ദ ടോട്ടൽ ഡെപ്ത് ഓഫ് റെയിൻഫോൾ. ഈ പോയിൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഗ്രാഫിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് അതിൻ്റെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും നമ്മൾ എന്താണ് പ്ലോട്ട് ചെയ്യുന്നത്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഷേപ്പ് എന്താണ്, അതിൽ നിന്നും നമുക്ക് ഏരിയ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും. ഈ 3 കാര്യങ്ങളാണ് ഹൈറ്റോഗ്രാഫ് പഠിക്കാനുള്ളത്. സോ ഹൈറ്റോഗ്രാഫ് ഇസ് എ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് റെയിൻഫോൾ ഇൻറ്റൻസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഇവിടെ സെൻറ്റിമീറ്റർ പെർ അവർ തന്നെ ആവണം എന്നില്ല. ഇൻറ്റൻസിറ്റി ഇൻ mm പെർ അവറും നമുക്ക് പ്ലോട്ട് ചെയ്യാം. ടൈം ഈസ് ഇൻ അവേഴ്സ്. സോ വി ഗെറ്റ് എ ബാർ ഡയഗ്രാം, അല്ലെങ്കിൽ ഒരു ബാർ ചാർട്ട് നമുക്ക് കിട്ടും. ആൻഡ് ദ ഏരിയ അണ്ടർ ദ ഹൈറ്റോഗ്രാഫ് വിൽ ഗിവ് യു ദി ടോട്ടൽ ഡെപ്ത് ഓഫ് റെയിൻഫോൾ. അപ്പോൾ ഈ 3 പോയിന്റ്സ് മാത്രം ഇതിനകത്ത് ഓർത്തിരുന്നാൽ മതി. ദ ഏരിയ അണ്ടർ ഹൈറ്റോഗ്രാഫ് ഇസ് ഗിവിങ് ദ ടോട്ടൽ ഡെപ്ത് ഓഫ് റെയിൻഫോൾ. So this is the first representation of rainfall. ഇനി നമുക്ക് വേറൊരു representation നോക്കാം. So the second one is a rainfall mass curve. ഒരു റെയിൻഫോൾ മാസ് കർവ് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് വരച്ചു നോക്കാം. So, a rainfall mass curve is that curve which shows variation of accumulated rainfall with respect to time. അതായത് നമ്മൾ നേരത്തെ കണ്ടത് ഒരു പർട്ടിക്കുലർ അവറിൽ ഉള്ള ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് വാട്ടർ ദാറ്റ് ഇസ് അക്യുമുലേറ്റഡ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. നമ്മൾ ഒരു മണിക്കൂറിൽ എത്ര മഴ അല്ലെങ്കിൽ എത്ര റെയിൻഫോൾ അക്യുമുലേറ്റ് ചെയ്തു, അതാണ് ഇൻറ്റൻസിറ്റി എന്ന് പറയും. പക്ഷേ ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത് അക്യുമുലേറ്റഡ് റെയിൻഫോൾ ആണ്. അതായത് ഇപ്പോൾ ടൈം ഇൻ അവേഴ്സ് അല്ലെങ്കിൽ ഡേയ്സ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എക്സ് ആക്സിസ് പ്ലോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇയേഴ്സിൽ വേണമെങ്കിലും പ്ലോട്ട് ചെയ്യാം. സോ ടൈം ഇൻ അവേഴ്സ് നമ്മൾ എക്സ് ആക്സിസിൽ എടുക്കുന്നു, വൈ ആക്സിസിൽ അക്യുമുലേറ്റഡ് റെയിൻഫോൾ ആണ് പ്ലോട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ 2 hours, ഇവിടെ നമുക്ക് 2 hours, 4 hours, 6 hours ഇങ്ങനെ നമുക്ക് വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 4 hours ആകുമ്പോൾ ദ ടോട്ടൽ റെയിൻഫോൾ വിച്ച് ഹാസ് ബീൻ അക്യുമുലേറ്റഡ് ആണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് റൈസിങ് കർവ്. കാരണം അക്യുമുലേറ്റഡ് ഉള്ള വാല്യൂസ് ആണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് വാല്യൂസ് ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. സോ വി ഗെറ്റ് എ റൈസിങ് കർവ്
ആൻഡ് ഇൻ എനി കേസ് ദർ ഇസ് നോ റെയിൻഫോൾ. ഇപ്പോൾ ഏതെങ്കിലും ഒരു അവർ എടുക്കുമ്പോൾ അവിടെ റെയിൻഫോൾ ഇല്ല, ആ ഒരു പർട്ടിക്കുലർ അവറിൽ നമുക്ക് മഴയെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫ് എന്തായിട്ട് മാറും? ഇവിടെ അത് ഹൊറിസോണ്ടലായിട്ട് മാറും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും റൈസ് ചെയ്യാൻ തുടങ്ങും. സോ ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. നമുക്ക് റെയിൻഫോൾ മാസ് കർവ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി റൈസിങ് കർവാണ്. പക്ഷേ ഏതെങ്കിലും ഒരു അവറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം, ഇപ്പം നമ്മൾ ഇവിടെ ടൈം ഇൻ അവേഴ്സ് ആണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇൻ കേസ് നമ്മൾ ടൈം ഇൻ ഡേയ്സ് ആണ് പ്ലോട്ട് ചെയ്യുന്നത്, ഒരു ദിവസം നമുക്ക് മഴ കിട്ടിയില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ആ ഒരു ദിവസം മാത്രം അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷൻ നമുക്ക് ഈ കർവിൽ ഹൊറിസോണ്ടലായിട്ട് കാണിക്കാം. അപ്പോൾ അത് ഓർത്തിരിക്കണം. സോ വി ആർ പ്ലോട്ടിംഗ് the time in x-axis and the cumulative rainfall or accumulated rainfall in the y-axis. ഇനി ഇതിൻ്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും എന്ന് നോക്കാം. സോ നമ്മൾ ഇതിൻ്റെ സ്ലോപ്പ് എടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരു പീക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു പീക്കുണ്ട്, ഇവിടെ ഒരു പീക്കുണ്ട്, ഇവിടെ ഒരു പീക്ക്, ഇവിടെ ഒരു പീക്ക്, ഇവിടെ നമുക്കൊരു ഹൊറിസോണ്ടൽ ഉണ്ട്. എഗെയിൻ വി ഹാവ് എ പീക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പീക്കിൽ നിന്നും നമ്മളൊരു ടാൻജൻറ്റ് ഇങ്ങനെ വരയ്ക്കും. എല്ലാ പീക്സിലും നമ്മളിങ്ങനെ ടാൻജൻറ്റ് കൺസ്ട്രക്ട് ചെയ്യും. ഈ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എടുക്കും, അതായത് dy/dx എടുക്കും. സോ ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഗീവ്സ് യു ദ ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ. അതാണ് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. കാരണം ഹൈറ്റോഗ്രാഫിൻ്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ ഡെപ്ത് ഓഫ് റെയിൻഫോൾ ആണ്. മാസ് കർവിൻ്റെ ഏരിയ അല്ല നമ്മൾ എടുക്കുന്നത്, അതിൻ്റെ സ്ലോപ്പ് എടുക്കും. അപ്പോൾ അതായത് ഒരു ടാൻജൻറ്റ് വരയ്ക്കുക, പീക്കിൽ നിന്നും ഒരു ടാൻജൻറ്റ് വരയ്ക്കുക, ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എടുക്കുക, അതായത് dy/dx. ആ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് തരുന്നത്? ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ ആണ് നമുക്ക് തരുന്നത് ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഡ്യൂറേഷൻ. സോ മാസ് കർവ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഫ്ലഡ് ഡിസൈന് വേണ്ടിയിട്ടും റെയിൻഫോൾ പാറ്റേൺ സ്റ്റഡിക്ക് വേണ്ടിയിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് റെയിൻഫോൾ മാസ് കർവാണ്. കാരണം നമുക്ക് അക്യുമുലേറ്റഡ് റെയിൻഫോൾ കിട്ടും. നമുക്കിപ്പോൾ 8th അവർ 8ാമത്തെ മണിക്കൂറിലാണെങ്കിൽ അത്രയും നേരം ഉണ്ടായ ടോട്ടൽ റെയിൻഫോൾ നമുക്കവിടെ കിട്ടും. സോ ഇറ്റ് ഈസ് എ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് അക്യുമുലേറ്റഡ് റെയിൻഫോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇതെപ്പോഴും റൈസിങ് ആയിരിക്കും. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ്ലി റൈസിങ് കർവ്. കാരണം ആഡ് ചെയ്ത് ക്യുമുലേറ്റീവ് ആയിട്ടാണ് പോകുന്നത്. സോ ഇറ്റ് ഈസ് എ റൈസിങ് കർവ് ആൻഡ് ഇൻ എനി കേസ് ദർ ഇസ് നോ റെയിൻഫോൾ ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ്, വി ഗെറ്റ് എ ഹൊറിസോണ്ടൽ പോർഷൻ. പിന്നീട് അത് വീണ്ടും റൈസ് ചെയ്തു പോകും. And the slope of the particular mass curve gives you the intensity of rainfall in that particular region. So ഇത് രണ്ടെണ്ണമാണ് നമ്മുടെ major representation of rainfall. One is hydrograph and the second one is rainfall mass curve. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ വരുന്ന വേറൊരു കാര്യം, നമുക്ക് മാസ് കർവ് റെയിൻഫോളിന് മാത്രമല്ല ഡിസ്ചാർജിനും ഉണ്ട്. അതായത് റിസർവോയർ അല്ലെങ്കിൽ ഡാംസ് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മാസ് ഇൻഫ്ലോ കർവ് വരും. ദാറ്റ് ഈസ് ഓൾസോ വർക്കിംഗ് ഓൺ ദ സെയിം പ്രിൻസിപ്പിൾ. അപ്പോൾ അത് ഡിഫറെൻ്റ് ആണ്, അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഇൻഫറൻസും വേറെയാണ്. ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്നത് റെയിൻഫോളിൻ്റെ മാസ് കർവാണ്. സോ ഇതാണ് റെപ്രസെൻറ്റേഷൻ വരുന്നത്. എല്ലാ ഗ്രാഫിൻ്റെയും ഏരിയ അല്ലെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. എക്സാമിന് ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, നൗ next we are moving on to analysis of rainfall data. How do we analyze a set of rainfall data? ഇപ്പോൾ നമ്മൾ പല രീതിയിൽ റെയിൻഫോൾ ഡേറ്റ റെപ്രസെൻ്റ് ചെയ്യുകയും പല രീതിയിൽ നമുക്ക് റെയിൻഫോൾ വാല്യൂസ് ഒബ്റ്റെയിൻ ചെയ്യാം എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മുടെ കയ്യിൽ ഒരു 10 വർഷത്തെ റെയിൻഫോൾ ഡേറ്റയുണ്ട്. അപ്പോൾ ഏതൊരു റെയിൻഫോൾ ഡേറ്റയും അനലൈസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ ഡേറ്റ 2 കാര്യങ്ങൾക്കായിട്ട് ചെക്ക് ചെയ്യണം. ദ റെയിൻഫോൾ ഡേറ്റ ഷുഡ് ബി ചെക്ക്ഡ് ഫോർ 2 factors. That is continuity and consistency. This is very important. അപ്പോൾ വെറുതെ നമ്മൾ 10 വർഷത്തെ റെയിൻഫോൾ ഡേറ്റ എടുത്ത് വെച്ച് അനലൈസ് ചെയ്യാൻ പറ്റില്ല. അനലൈസ് ചെയ്യുന്നതിന് മുന്നേ ഈ 10 വർഷത്തെ ഡേറ്റ എടുത്തിട്ട് അതിൻ്റെ കണ്ടിന്യൂറ്റി ആസ് വെൽ ആസ് കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ എന്താണ് കണ്ടിന്യൂറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ് കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
അപ്പോൾ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 10 വർഷത്തെ ഡേറ്റ നമുക്കുണ്ട്. അപ്പം ആ 10 വർഷത്തെ ഡേറ്റയ്ക്കകത്ത് മിസ്സിങ് ഡേറ്റ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. അതായത് ഇപ്പോൾ മന്ത് ഓഫ് ജൂലൈ നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ ജൂലൈ 1 ടു ജൂലൈ 20 വരെയുള്ള ഡേറ്റ്സ് എടുക്കുമ്പോൾ അതിനിടയ്ക്ക് ഏതെങ്കിലും ദിവസം റീഡിങ്സ് ഇല്ലാതെ ഉണ്ടോ? അപ്പോൾ നമ്മുടെ കയ്യിൽ 10 വർഷത്തെ ഡേറ്റയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ചിലപ്പോൾ ഡേറ്റാസ് മിസ്സിങ് ആയിരിക്കും. ഇപ്പം ജൂലൈ 10 ഡേറ്റ ഇല്ല, ജൂലൈ 12 ഡേറ്റ ഇല്ല, അതൊക്കെ മിസ്സിങ് ആണ്. അപ്പോൾ അങ്ങനെ മിസ്സിങ് വരാൻ ഉള്ള റീസൺസ് എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ഒബ്സർവർ ഒന്ന്, രണ്ടാമത്തത് ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ്. അതായത് നമ്മളൊരു IMD റെയിൻ ഗേജ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അവിടെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അല്ലെങ്കിൽ റെയിൻഫോൾ ഉള്ള സമയത്ത് റീഡിങ്സ് എടുക്കാനായിട്ട് നമുക്കൊരു ഒബ്സർവർ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഒബ്സർവർ ഇല്ലാത്ത ദിവസം ആബ്സെൻസ് ഓഫ് ഒബ്സർവർ ഇസ് വൺ റീസൺ. സെക്കൻഡ് റീസൺ ഇസ് ദി ഇൻസ്ട്രുമെൻ്റൽ ഫെയിലിയർ. നമ്മുടെ റെയിൻ ഗേജിന് എന്തെങ്കിലും ഒരു എററുണ്ട്, അപ്പോൾ അത് റീഡിങ്സ് നോട്ട് ചെയ്യുന്നില്ല, ഒരു പർട്ടിക്കുലർ ഡേയ്സ് കുറച്ച് ദിവസത്തേക്ക് റീഡിങ്സ് ഇല്ല. അപ്പോൾ ആ 2 റീസൺസ് കൊണ്ട് നമുക്ക് കണ്ടിന്യൂറ്റി ഇല്ലാത്ത ഡേറ്റ കിട്ടും. സെക്കൻഡ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ഓഫ് ഡേറ്റ. അതായത് കൺസിസ്റ്റൻസി ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏതൊരു റീജിയൻ എടുത്താലും അതിനൊരു നോർമൽ ആനുവൽ റെയിൻഫോൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. നോർമൽ ആനുവൽ റെയിൻഫോൾ എന്ന് പറയുന്നത് ആവറേജ് ആനുവൽ റെയിൻഫോൾ ഓവർ എ സ്റ്റേഷൻ ബേസ്ഡ് ഓൺ 30 years ഓഫ് ഡേറ്റ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു സ്റ്റേഷന് ഇടയ്ക്ക് വെച്ച് കുറച്ച് എന്താണ് പറയുക ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡേറ്റ, അതായത് അതിൻ്റെ നോർമലിൽ നിന്നും ഒരുപാട് ഡീവിയേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂസ്. അപ്പോൾ അതിന് പല റീസൺസ് ഉണ്ടാകാം. റെയിൻ ഗേജ് വെച്ചിരിക്കുന്ന ലൊക്കേഷൻ നമ്മൾ ഇടയ്ക്ക് വെച്ച് മാറ്റുകയാണ്. ഇപ്പോൾ ജൂൺ 1 തൊട്ട് ജൂൺ 20 വരെ നമ്മൾ ഒരു സ്ഥലത്ത് വെച്ചിട്ട് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു റീസൺ കാരണം റെയിൻ ഗേജ് എടുത്ത് കുറച്ച് മാറ്റി വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ റീലൊക്കേഷൻ ഓഫ് റെയിൻ ഗേജ് ഇസ് വൺ റീസൺ. അടുത്ത റീസൺ എന്ന് പറയുന്നത് സറൗണ്ടിങ് എക്കോസിസ്റ്റത്തിനുണ്ടാകുന്ന ചേഞ്ച്. അതായത് സറൗണ്ടിങ്ങിൽ ഇപ്പോൾ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായി അല്ലെങ്കിൽ ഫോറസ്റ്റ് ഫയേഴ്സ് ഉണ്ടായി, അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ റീഡിങ്സിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് ഡേറ്റയ്ക്ക് കൺസിസ്റ്റൻസി ഇല്ലാണ്ടാവുക. അതായത് ഒരു പർട്ടിക്കുലർ ഡേറ്റ് തൊട്ട് എറർ കാണിക്കുക, അതായത് ഒരു എറേനിയസ് ആയിട്ടുള്ള ഒബ്സർവേഷൻ വരിക. അങ്ങനെ വരുന്നുണ്ടോ എന്നും നമ്മൾ ചെക്ക് ചെയ്യണം. സോ എനി റെയിൻഫോൾ ഡേറ്റ ഷുഡ് ബി ചെക്ക്ഡ് ഫോർ 2 factors, കണ്ടിന്യൂറ്റി ആൻഡ് കൺസിസ്റ്റൻസി. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ മിസ്സിംഗ് ഡേറ്റ, കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എറർ ഇൻ ദി പാറ്റേൺ ഓഫ് റെയിൻഫോൾ വാല്യൂസ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് വൺ ഇസ് കണ്ടിന്യൂറ്റി, അതായത് മിസ്സിംഗ് ഡേറ്റ, എസ്റ്റിമേഷൻ ഓഫ് മിസ്സിംഗ് ഡേറ്റ. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഇമാജിൻ വി ഹാവ് 5 റെയിൻ ഗേജ് സ്റ്റേഷൻസ് അല്ലെങ്കിൽ 4, 1, 2, 3, 4. നമുക്ക് 4 റെയിൻ ഗേജ് സ്റ്റേഷൻസ് ഉണ്ട്. ഈ 4 റെയിൻ ഗേജ് സ്റ്റേഷൻസ് നോർമൽ ആനുവൽ റെയിൻഫോൾ നമുക്കറിയാമായിരിക്കും, അത് ഫിക്സ്ഡ് ആണ്, അത് നമ്മൾ നേരത്തെ സ്റ്റഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ N1, N2, N3, N4 നമുക്ക് നോർമൽ വാല്യൂസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ റീഡിങ്സ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡേ നമ്മൾ റീഡിങ്സ് എടുത്തപ്പോൾ P1, P2, P4 നമുക്ക് കിട്ടി. പക്ഷേ ഈ ഒരു 3rd റെയിൻ ഗേജിൻ്റെ വാല്യൂ മിസ്സിംഗ് ആണ്. അപ്പം നമ്മളിത് കുറേ റെക്കോർഡ്സ് ഇപ്പോൾ 1 year ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ആയിരിക്കും നമ്മൾ ഇതെല്ലാം എടുത്ത് അനലൈസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു 5 വർഷത്തെ ഡേറ്റ ഒരുമിച്ച് എടുത്ത് വെച്ചിട്ടായിരിക്കും അനലൈസ് ചെയ്യും. അപ്പം നമ്മൾ നോക്കിയപ്പോൾ ഈ 4 റെയിൻ ഗേജ് സ്റ്റേഷനിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ മാത്രം ഒരു റെയിൻഫോൾ വാല്യൂ മിസ്സിംഗ് ആണ്. അപ്പോൾ ഈ N1, N2, N3 എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഈ 4 റെയിൻ ഗേജ് സ്റ്റേഷൻ്റെയും നോർമൽ ആനുവൽ റെയിൻഫോൾ ആണ്, അല്ലെങ്കിൽ നോർമൽ റെയിൻഫോൾ വാല്യൂസ് ആണ്. അത് നമുക്ക് ഓൾറെഡി അറിയാം. അതായത് ഇപ്പോൾ റെയിൻ ഗേജ് സ്റ്റേഷൻ നമ്പർ 1 നോർമലായിട്ട് ഒരു ആനുവലി ഇത്ര റെയിൻഫോൾ കിട്ടും എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്രയും വാല്യൂസ് നമുക്കുണ്ട്. വി ഹാവ് ദ മിസ്സിംഗ് ഡേറ്റ PX, ഇത് മിസ്സിംഗ് ആണ്. അപ്പോൾ ഈ മിസ്സിംഗ് ഡേറ്റ കണ്ടുപിടിക്കാൻ നമുക്ക് 2 മെത്തേഡ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അരിത്മെറ്റിക് ആവറേജ് മെത്തേഡ്. അരിത്മെറ്റിക് ആവറേജ് മെത്തേഡ്. സോ എങ്ങനെയാണ് ഈ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കൊരു കണ്ടീഷനുണ്ട്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ 3rd സ്റ്റേഷനാണ് മിസ്സിങ്, ഡേറ്റ മിസ്സിങ് ആയിട്ടുള്ളത്.
അപ്പോൾ അതിൻ്റെ സറൗണ്ടിങ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത് സ്റ്റേഷൻ 1, 2 ആൻഡ് 4. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മിസ്സിംഗ് സ്റ്റേഷൻ്റെ നോർമൽ റെയിൻഫോളും സറൗണ്ടിങ് സ്റ്റേഷൻസിൻ്റെ നോർമൽ റെയിൻഫോളും തമ്മിൽ ഉള്ള റിലേഷൻ നോക്കും. അതായത് ഈ റെയിൻഫോൾ വാല്യൂസ് എല്ലാം ഒരു 10% വേരിയേഷനിൽ മാത്രമാണ് ഉള്ളതെങ്കിൽ, അതായത് മിസ്സിംഗ് ഡേറ്റയുമായിട്ട് 10% വേരിയേഷൻ മാത്രമേ N1, N2, N4 ഉള്ളൂ എങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം. ദാറ്റ് ഇസ് വിത്തിൻ ഓർ ലെസ് ദാൻ 10% വേരിയേഷൻ ബിറ്റ്വീൻ ദി നോർമൽ റെയിൻഫോൾ വാല്യൂസ്. അങ്ങനെയാണെങ്കിൽ Px is equal to P1 plus P2 plus P4 divided by 3 എന്ന് നമുക്ക് എടുക്കാം. അതായത് P1, P2, P4 എന്ന് പറയുന്ന സറൗണ്ടിങ് റെയിൻ ഗേജ് സ്റ്റേഷൻസ് ആൻഡ് 3 is the number of rain gauge stations or number of surrounding rain gauge station. അപ്പോൾ ജനറലി നമ്മൾ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ P1 plus P2 plus etc. up to PM divided by M. അതായത് നമുക്ക് ഏത് സ്റ്റേഷനാണോ മിസ്സിംഗ് ആയിട്ടുള്ളത് അതിന് സറൗണ്ടിങ് ആയിട്ട് എത്ര സ്റ്റേഷൻസ് ഉണ്ട് അതിൻ്റെ എല്ലാം സം എടുക്കുന്നു, അതിൻ്റെ ആവറേജ്. സോ എം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് സറൗണ്ടിങ് റെയിൻ ഗേജ് സ്റ്റേഷൻ. അപ്പോൾ അതൊന്ന് കൺഫ്യൂസ് ചെയ്യരുത്. എം ഇസ് ദ നമ്പർ ഓഫ് സറൗണ്ടിങ് റെയിൻ ഗേജ് സ്റ്റേഷൻ. അപ്പോൾ ഈ ഒരു കേസിൽ സറൗണ്ടിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 സറൗണ്ടിങ് സ്റ്റേഷനുണ്ട്, അതിൻ്റെ സിമ്പിൾ ആവറേജ് എടുത്തു. അപ്പോൾ ഈ ഒരു സിമ്പിൾ ആവറേജ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കുള്ള കണ്ടീഷൻ എന്താണ്? ഈ n വാല്യൂസ് തമ്മിൽ 10% വേരിയേഷനേ പാടുള്ളൂ. വിത്തിൻ 10% ഓർ ലെസ് ദാൻ 10% വേരിയേഷൻ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് മെത്തേഡ്. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. സോ the second method is normal ratio method. സോ ഇവിടെയും നമ്മുടെ കണ്ടീഷൻസ് ഒക്കെ സെയിം തന്നെയാണ്. നമുക്ക് 4 റെയിൻ ഗേജ് സ്റ്റേഷൻ ഉണ്ട്, അതിൻ്റെ എല്ലാം ആനുവൽ റെയിൻഫോൾസ് അല്ലെങ്കിൽ നോർമൽ റെയിൻഫോൾസ് നമുക്ക് അവൈലബിൾ ആണ്. P1, P2, P4 ഒരു പർട്ടിക്കുലർ ഡേറ്റിലുള്ള റെയിൻഫോൾ വാല്യൂസ് ആണ്. 3rd സ്റ്റേഷൻ്റെ ഡേറ്റ മിസ്സിംഗ് ആണ്. അപ്പോൾ ഇവിടെ നോർമൽ റേഷ്യോ മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ മിസ്സിംഗ് സ്റ്റേഷൻ്റെ നോർമൽ റെയിൻഫോളും സറൗണ്ടിങ് സ്റ്റേഷൻസിൻ്റെ നോർമൽ റെയിൻഫോളും തമ്മിൽ ദർ ഇസ് മോർ ദാൻ 10% വേരിയേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ ലെസ് ദാൻ 10% വേരിയേഷനാണ്. ഇവിടെ ഗ്രേറ്റർ ദാൻ 10% വേരിയേഷനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നോർമൽ റേഷ്യോ മെത്തേഡ് വിച്ച് ഇസ് റെപ്രസെൻറ്റഡ് ആസ് Px is equal to Nx divided by M into P1 by N1 plus P2 by N2 plus P4 by N4. അപ്പോൾ ഇതിൽ Px എന്ന് പറഞ്ഞാൽ ദ പ്രസിപ്പിറ്റേഷൻ ഓഫ് ദി മിസ്സിംഗ് സ്റ്റേഷൻ, Nx എന്ന് പറയുമ്പോൾ ദ നോർമൽ റെയിൻഫോൾ ഓഫ് ദ മിസ്സിംഗ് സ്റ്റേഷൻ. അത് ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ് ആ ഡേറ്റ. സോ അത് N3 എന്നുള്ളത് ഇവിടെ എഴുതാത്തത് നമ്മൾ X എന്ന് പറയുന്ന ഒരേ സ്റ്റേഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ Nx എന്ന് പറയുന്ന നോർമൽ റെയിൻഫോൾ ഓഫ് ദി മിസ്സിംഗ് സ്റ്റേഷൻ. M is the number of surrounding stations. അപ്പോൾ നമുക്ക് എത്ര സറൗണ്ടിങ് സ്റ്റേഷൻസ് ഉണ്ട്? 1, 2, 3 number of surrounding stations into P1 by N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേഷൻ്റെ ഈ ഡേറ്റിലുള്ള റെയിൻഫോൾ, N1 അതിൻ്റെ നോർമൽ റെയിൻഫോൾ. അങ്ങനെ സറൗണ്ടിങ് സ്റ്റേഷൻസിൻ്റെ എല്ലാം നമ്മൾ സം ചെയ്യും. സോ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ നോർമൽ റേഷ്യോ മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ദർ ഇസ് മോർ ദാൻ 10% വേരിയേഷൻ ഓഫ് നോർമൽ റെയിൻഫോൾ ഓഫ് മിസ്സിംഗ് സ്റ്റേഷൻ ഫ്രം സറൗണ്ടിങ് സ്റ്റേഷൻ. അപ്പോൾ ആ ഒരു വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോട് ചോദിക്കാം, ഇഫ് ദർ ഇസ് എ വേരിയേഷൻ ഓഫ് more than 10% of the surrounding stations in normal rainfall, which method is to be used? We have to use normal ratio method. ആ ഇക്വേഷൻ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ഇക്വേഷൻ്റെ എക്സ്പ്രഷൻ നമ്മളോട് ചോദിക്കാം. സോ Px is equal to Nx by M into P1 by N1 plus P2 by N2 plus P4 by N4.
അപ്പോൾ നമുക്ക് എത്ര സറൗണ്ടിങ് സ്റ്റേഷൻസ് ഉണ്ടോ അത്രയും നമ്മൾ എഴുതിയിരിക്കണം. സോ ഇത് രണ്ടുമാണ് ദി എസ്റ്റിമേഷൻ ഓഫ് മിസ്സിംഗ് ഡേറ്റ. ഇനി ഇതിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റും കൂടി നമ്മൾ ഓർത്തിരിക്കണം. അതായത് ഈ രണ്ട് മെത്തേഡ്, അരിത്തമെറ്റിക് മീൻ മെത്തേഡും നോർമൽ റേഷ്യോ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി എ മിനിമം ഓഫ് 3 സറൗണ്ടിങ് റെയിൻ ഗേജ് സ്റ്റേഷൻസ്. മിനിമം 3 എണ്ണമെങ്കിലും സറൗണ്ടിങ്ങിൽ ഉണ്ടെങ്കിൽ മാത്രമേ നോർമൽ റേഷ്യോ മെത്തേഡും അരിത്തമെറ്റിക് ആവറേജ് മെത്തേഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമുക്ക് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. സോ ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കണം. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്, അതായത് മിസ്സിംഗ് ഡേറ്റ കണ്ടുപിടിക്കാൻ. 2 മെത്തേഡ്സ് ആണ്, അരിത്തമെറ്റിക് മീൻ മെത്തേഡ് ആൻഡ് നോർമൽ റേഷ്യോ മെത്തേഡ്. ഇത് രണ്ടിലും മിനിമം ഓഫ് 3 സറൗണ്ടിങ് റെയിൻ ഗേജ് സ്റ്റേഷൻസ് ഇസ് നെസസറി. ആൻഡ് അരിത്തമെറ്റിക് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ less than 10% variation, and if it is more than 10% variation, we are going for normal ratio method. So ഇനി നമുക്ക് നെക്സ്റ്റ് കൺസിസ്റ്റൻസി ഡേറ്റ എന്താണെന്ന് നോക്കാം. അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എന്തെങ്കിലും ഒരു എറേഴ്സ് കാരണം, അതായത് ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് കാരണം ഒരു പർട്ടിക്കുലർ ഡേറ്റ് തൊട്ട് പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് ഡേറ്റാസ് റേനിയസ് ആയിട്ട് വരിക, അല്ലെങ്കിൽ റീലൊക്കേഷൻ. അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഇൻകൺസിസ്റ്റൻസി ഇസ് ഡ്യൂ ടു, ഫസ്റ്റ് റീസൺ, റീലൊക്കേഷൻ ഓഫ് റെയിൻ ഗേജ്, and second reason is change in ecosystem, and the third reason is error from a particular date. അതായത് ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്, എറർ ഫ്രം എ പർട്ടിക്കുലർ ഡേറ്റ്. സോ ഈ 3 റീസൺസ് ആണ് മെയിനായിട്ട് നമുക്ക് വരുന്നത്. ഒന്ന്, റെയിൻ ഗേജ് നമ്മൾ റീലൊക്കേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തത് അവിടെ എക്കോസിസ്റ്റം ചേഞ്ച്, അതായത് ഫോറസ്റ്റ് ഫയേഴ്സോ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ്സോ വരുന്നു. ആൻഡ് തേർഡ് വൺ ഇസ് ഇൻസ്ട്രുമെൻ്റൽ എറർ കാരണം ഒരു പർട്ടിക്കുലർ ഡേറ്റ് തൊട്ട് അങ്ങോട്ടേക്ക് എറർ ഡേറ്റാസ് വരും. അപ്പോൾ ഇത് വെച്ചിട്ട്, അതായത് ഇൻകൺസിസ്റ്റൻസി സോൾവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് നമ്മൾ എന്തൊക്കെയാണ് റെയിൻ ഗേജസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള IMD റെക്കമെൻഡേഷൻ പഠിച്ചു, ഹൈറ്റോഗ്രാഫ്, മാസ് കർവ് പഠിച്ചു. ദെൻ നമ്മൾ ഡിഫറെൻറ്റ് ടെർമിനോളജീസ് ഇവിടെ പറഞ്ഞു, ഡിഫറെൻറ്റ് റീജിയൻസ് ബേസ്ഡ് ഓൺ ദി റെയിൻഫോൾ റിസീവ്ഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇൻകൺസിസ്റ്റൻസിയുടെ മെത്തേഡ് അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻസി സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.